ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വ്ളോഗ് ചെയ്യാണ്. നമ്മളിവിടെ നിൽക്കുന്നത് കോണ്ടാലി ബാക്ക് വാട്ടർ റിസോർട്ടിലാണ്. എഴുപുന്നയാണ് സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നല്ല രസമുള്ള പ്ലേസാണ്, നല്ല ഭംഗിയായിട്ടുള്ള പ്ലേസാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ വാവ് കൊള്ളാം എന്നുള്ള ഒരു ഹെറിറ്റേജ് മൂഡൊക്കെയാണ്. അപ്പം നമുക്കിങ്ങനെ ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റിയൊരു സ്പേസാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് എവിടെ ആംഗിൾ വെച്ചാലും നമുക്ക് നല്ല സീനറി കിട്ടുന്ന പ്ലേസാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് കൊച്ചിയിൽ നിന്നൊക്കെ ആണെങ്കിലും അത്ര ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ച് ടൈമേ എടുത്തുള്ളൂ ഇങ്ങോട്ടേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി. ആൻഡ് നമുക്ക് ഇങ്ങോട്ട് റീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ബോട്ട് വന്ന് നമ്മൾ പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഐലൻഡ് പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് ബാക്കി ഷൂട്ടും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. ബാ. ഫ്ലാഷ് ബാക്ക്. നല്ല പേടിയുണ്ട്. Oh God! You again? വീണ്ടും നിങ്ങളോ? ഇവന്റെയിലുള്ളൊക്കെ ബാക്കാ സെറ്റ് അല്ലേ? താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്. ഞാൻ ശ്വാസം വിട്ടോട്ടെ. എനിക്ക് ഒട്ടും പേടിയില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ബോട്ടെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഭയങ്കര വലിയ ബോട്ടില്ലേ, അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ കയറി കഴിഞ്ഞ് ഇവിടെ എത്തി ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ ബോട്ടിൽ വന്നതിനേക്കാളും രസമാണ് നമ്മൾ ആ കുഞ്ഞു വഞ്ചിയിൽ ഇങ്ങനെ വരുമ്പോൾ. നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് മാനേജ് ചെയ്തു. ബാക്കി എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് കയറാൻ തോന്നുന്നുണ്ട്. സേഫാണ്, അവരുടെ ആൾ തന്നെയാണ് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സേഫാണ്. പക്ഷേ സ്റ്റിൽ എൻ്റെ പേഴ്സണലി എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഷോർട്സ് എടുത്ത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുവാണ്. പക്ഷേ രസമുണ്ടായിരുന്നു. അത് എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാം. നീ ഇതൊന്നും എടുക്കല്ലേ, ബസ്സിൻ്റെ ബാക്കിപ്പോൾ ഒടിഞ്ഞു പോയി. പക്ഷെ സാലേ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഏത് സാഹചര്യങ്ങളോടും ഈസിലി ബ്ലെൻഡാവും. കണ്ടോ, ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ബ്ലെൻഡ് എന്നുള്ള വാക്ക് പറഞ്ഞു. മോനെ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ചില എന്നെ ഫുഡ് എടുക്കുന്ന എനിക്ക് കറക്റ്റായിട്ടും പിടിക്കുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഉണ്ടല്ലോ ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ. അപ്പൊ ഈ സാധനം ചിക്കൻ സമൂസ, സോസേജ്, ബ്രെഡ് ടോസ്റ്റ്, ഫ്രൂട്ട്സ്. എനിക്ക് ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. എല്ലാത്തിനും പുട്ടുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കടലുണ്ട്, ബ്രെഡ് ഉണ്ട്, സോസേജ് ഉണ്ട്, പിന്നെ റൊട്ടിയുണ്ട്. നീ തീർന്നടാ, നീ തീർന്നു. A few moments later. അപ്പൊ ഞാനൊരു സൂത്രം നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിലൊരു സൂത്രം ഞാൻ കാണിക്കാൻ പോവാണ്. ഞാനിത് എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഞെട്ടും. അയ്യോ, ഒറ്റ സെക്കൻഡ്, ബാക്കി ടച്ചപ്പും കൂടെ ചെയ്തോണ്ടിരിക്കുക. എൻ്റെ സാരി എങ്ങനെയുണ്ട്? ഇതിൻ്റെ കൊളാബറേഷൻ ചെയ്ത പേജ് കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. നല്ലൊരു സാരിയാണ്, നല്ല വർക്ക്സാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി അവരാദ്യം എനിക്ക് കൊളാബറേഷൻ തന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടെ മേടിച്ചതാണ്. അപ്പം നമുക്ക് എന്തായാലും സൂത്രം കാണാം. വാ. എങ്ങനെയുണ്ട്? ഹലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. അങ്ങനെ എന്നെ ഈ കോലത്തിലേക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മണവാട്ടി എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഭയങ്കര ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾ അറിയിക്കാൻ പോകുന്നത്. നമ്മുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. കണ്ടോ, ഇത്രയും സ്നേഹപ്പെട്ട എന്താ പറയാ, വരെന്ന് പറയണ്ട, ചുമ്മാ കണ്ടോ, ഇതാണ് നമ്മുടെ ടീം വർക്ക് എന്ന് പറയണത്. അതെ,
അപ്പൊ അവര് ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് വേണ്ട പൊക്കോ. ഇല്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവർ ഷൂട്ടിന് വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ കൂടെയുള്ള ബാക്കി പിക്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇനി നമ്മളുടെ ഷൂട്ടും ഉണ്ട്. അപ്പം ഞങ്ങളും കൂടെ അങ്ങോട്ട് ഒന്ന് ജോയിൻ ആയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഷൂട്ട് ടൈമത്തിൽ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്, ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ നമുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ബാ, അവിടെ ഉണ്ട്. ബൈ. ഹലോ, നിങ്ങൾക്ക് ആക്ച്വലി പേടിയില്ലേ? ഫോട്ടോ ഇടുമെന്ന് പറഞ്ഞാ ചേർന്നോ? സല്ലേട്ടൻ ഇതൊക്കെ അറിയാവോ? നോക്ക്, പ്രോ സനലേട്ടൻ ഭയങ്കര ഫണ്ണായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, ഒട്ടും പേടിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഫേസ് നോക്കി. എനിക്ക് പേടിയില്ല എന്നാണ് രാവിലെ വ്ളോഗിൽ പറഞ്ഞത്. ഇങ്ങനെയൊന്നും അല്ലടാ. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു വഞ്ചിയുടെ ഷോർട്സ്. നൈസ് പിക്സ് ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തോ. നല്ല കിടിലം പിക്സ് ആയിട്ട് വരദേച്ചിയും സൺലൈറ്റിനും എത്തുന്നതാണ്. ഈ സംഭവം കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് അവരുടെ അറ്റിയർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരാം. അപ്പം നമ്മുടെ ഷൂട്ട് കുറച്ചും ഒരു ഡ്രസ്സും കൂടി ഇനി ചെയ്യാനുള്ള ഒരു ഡ്രസ്സും കൂടെ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാം. സോ നമുക്ക് ഫുഡ് കഴിക്കാം. ബാ, എന്തൊക്കെ ഫുഡ്സ് ഉണ്ടെന്ന് നോക്കാം. അവരെല്ലാവരും അവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കും ജോയിൻ ആവാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ചമ്മി. ഫുഡ് നേരത്തെ ഓർഡർ ചെയ്യണം. എത്ര എന്തോ എങ്ങനെ ഇരിക്കണം. റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്ക് വന്നുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഫുഡ് വേണ്ടത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു 25 മിനിറ്റ്സും കൂടി എടുക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ആ സമയം വരെ റൂമിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ അവരൊക്കെ നല്ല വിഷമിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. ചേച്ചിക്കൊക്കെ വിശന്നിട്ട് ഒരു രക്ഷയില്ല. ആൾ മാറി തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. നല്ല ഫുഡ് ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യാം. അതേ ഇപ്പോൾ മാർഗമുള്ളൂ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. സലാഡിന് എന്താ പറയാനുള്ളത്? ഫുഡ് കഴിക്കുന്നത് ഈ നേരത്തെ ഇപ്പം പിന്നെ രാവിലെ ബമ്പൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിച്ചത്. അപ്പം വെയിറ്റിംഗ് ആണ് ഞാൻ അടുത്തത് നെക്സ്റ്റ് എന്താണെന്നുള്ളത്. കറക്റ്റ് ടൈമിൽ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. കാർത്തിയോടെ വെറുതെ ഇത് കഴിക്കുന്ന കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഫുഡൊരു മെയിൻ. അയ്യോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്ക്. ഓളി അല്ലേ, നല്ല കൺസിസ്റ്റൻസിയിലുള്ള കെച്ചപ്പ് സോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് കഴിച്ചോ മോനെ? കഴിച്ചോ. ഇപ്പം ഞങ്ങൾ നിങ്ങളെ സാക്ഷി നിർത്തി പാക്കപ്പ് പറയാൻ പോവുകയാണ്. ഐ ടോൾഡ് യു. ചേച്ചിയുടെ കമ്മൽ ഒരു വീടിരിക്കുകയാണ്. ചേച്ചിക്ക് കാതിന് തട്ടില്ല. എന്റെ കുറ്റിയാണ്. ഇതിപ്പോ ഇടണ്ടെന്ന് അവിടെ ചെല്ലുമ്പിട്ടാ മതി. നീ ഉണ്ടോ അവിടെ ചെന്നിട്ട് ഇതുപോലെ വീഴാനല്ലേ? അങ്ങനെ നമ്മളെ മാംഗല്യം ഫാൻസിനെ കാണിക്കാൻ പോവാണ്. ചിത്രം ബിഗ് ആയതുകൊണ്ട് ബിഗ് ആയതൊന്നുമല്ല. നമ്മുടെ ചേച്ചിമാര് അവിടെ എത്തണ വരെ ഒന്ന് നിൽക്കുവോ? അവിടെ നിക്കി പോവല്ലേ? എന്താ വേണ്ടേ? പക്ഷെ നല്ല ഭംഗിയുണ്ട്. 2 വാക്ക് സംസാരിക്കണം. ഇറങ്ങോ. എടുത്തു. ഞാൻ കീ അവിടെ വെച്ചേക്കാണ്. ഹലോ ചേച്ചി, മാംഗല്യം കാണാറുണ്ടോ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഞാൻ കണ്ടിട്ടില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? അങ്ങനെ കാണാറില്ല. ഈ ചേച്ചി കാണാം. ചേച്ചിയുടെ അനിയത്തി. ആ ചേച്ചി കാണാറില്ലേ? ചേച്ചി കാണാറുണ്ട്.
അങ്ങടാ ഇവിടെ ചേട്ടത്തി ഏട്ടത്തി ഏട്ടത്തിനെ വെള്ളത്തിൽ മുക്കി കൊല്ലണോ? അതെ. എന്നാ പോട്ടെ. ഓക്കെ. ഒഫീഷ്യൽ പാക്കപ്പ് പറഞ്ഞില്ല കേട്ടോ ചേച്ചിയുടെ കമ്മല് പോയോണ്ട്. കമ്മല് പോയതുകൊണ്ട്. ഹലോ ഗൈസ്, കമ്മല് പോയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ബാക്കപ്പ് പറയാൻ പറ്റിയിട്ടില്ല. അതെ, പക്ഷേ നമ്മളിപ്പോ പോയി സെറ്റിലായിട്ട് തോണിന്ന് പറയാം. അതെ, തോണിന്ന് ഒരു പാക്കപ്പ്. അതിശയമായിരിക്കുന്നു ജോർജ്. എന്റെ കയ്യിലൊരു വെറൈറ്റി ഐറ്റം ഉണ്ട്. എന്ത് ചോദിച്ചോ? പാട്ട്. ആ പാട്. ഏത് കുട്ടികളും അത് പാടി കഴിഞ്ഞാൽ വീഴും. ആ പാട്. ആ പുതിയ മുഖം ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖം. വെറുപ്പിക്കലായി തോന്നുന്നുണ്ടോ? ശവദാഹോ അതിന്റെ ഇട്ടായിരുന്നു. അത് ഞാൻ അറിയാണ്ട് പോയി. ഞാൻ എന്റെ പ്രശ്നമാണേ. പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. നന്നായിട്ടുണ്ടോ പാട്ടുപാടി? ഓക്കെ, നന്നായിട്ടില്ലേ? അല്ല, ഞാൻ ചെവിയിൽ വന്ന് പാടും. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ, സൂപ്പർ, അമേസിങ്, അമേസിങ്. അതെന്തായാലും നന്നായി ഒന്ന് കറക്കാൻ തോന്നിയത് കേട്ടോ. പിന്നെ ഹലോ ഗൈസ്, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞങ്ങളുടെ കാണിച്ചോ ജോഷിമേനെ? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നമ്മുടെ വഞ്ചി സൂപ്പറായ എന്നെ ഇങ്ങനെ ചേട്ടനെ കാണിക്കൂ. പേരെന്താ ചേട്ടാ? രാജു. അടിപൊളി. ആ നല്ല ഫ്രെയിം കേട്ടോ അവിടുന്ന്. പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. അങ്ങനെ അവര് തലയ്ക്ക് സുഖമില്ലാത്ത നീ എന്താ ചെയ്യാൻ പോകുന്നത്? സംഭവം നല്ല ഫ്രെയിം കേട്ടോ. എന്താ ഞാൻ ഇന്നിട്ടില്ലേ? ശരിക്കും ഒരു വൺ ഡേ ട്രിപ്പ് മൂടായില്ലേ? ഹാപ്പി ആക്കി അവസാനിപ്പിച്ച് കണ്ടില്ലേ? അതാണ് ഞങ്ങൾ ഭയങ്കര സംഭവം. ഞങ്ങള് ശരിക്കും ഭയങ്കര സംഭവം. ആർക്കും അറിയില്ല, ഞങ്ങൾ ആരോട് പറയാറില്ല. ഗൈസ്, നമ്മള് വണ്ടി ഒന്നിപ്പോ കുലുക്കും. റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഞാൻ ചത്ത പോലെ ഇരിക്കും. ചേച്ചി വേണ്ടട്ടോ ചേച്ചി, എനിക്കാണെങ്കിൽ പേടിയില്ലാത്ത. ഹലോ, ചീനവല അതിനെന്തിപ്പോ കണ്ടോണ്ടിരിക്കും അല്ലേ? നല്ല രസമുണ്ട്. പാടിക്കോ ചേച്ചി. ഒരു പാട്ട് പാടാൻ പോവാണ്. ഈ പാട്ട് കേരളക്കാരെ കത്തും. ജനഗണമനയ്ക്ക് പകരം ഇപ്പൊ എന്റെ പാട്ടാണ് ഉൾപ്പെടുത്തുന്നതാണ് കേട്ടത്. ശരി. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമുകിലേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. കട്ടിയടതിന് മുമ്പ് ഈ പാട്ടാണ് ഞാൻ എല്ലാ സ്റ്റേജിലും എല്ലാ പ്രോഗ്രാമിലും പാടാറ്. ഇതും പ്രാവശ്യം ഞാൻ തെറ്റിച്ചിട്ടാണ് പാടിയത്. എന്തായാലും സഹിച്ച എല്ലാവർക്കും നന്ദി. ഇനി ഞാൻ പാക്കപ്പ് വിളിക്കട്ടെ. അങ്ങനെ ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് പാക്കപ്പ് വിളിക്കാണ്. സെറ്റ്